ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ സ്വന്തം കൈകൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളൊന്നും അല്ല. മിടുക്കന്മാര് പലരും അസ്തമിച്ചു പോയ ഒരു ലോകത്തിൽ കൈമിടുക്കില്ലാത്ത നമ്മെ കൃപയോടെ നിർത്തിയത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നിന്റെ അനുഗ്രഹത്താൽ എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിൽ വായിക്കുന്നത് ദൈവം കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ചു. അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു തൃപ്തിക്കുറവ്. കൽപ്പനയൊന്നും അനുസരിക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് ചിന്തിച്ചാൽ അപകടമാണ്. ഉൽപ്പത്തി 2:17 ദൈവം ആദാമുമായൊരു ഉടമ്പടി ചെയ്തു. ദൈവം ആദാമുമായി ചെയ്ത ഉടമ്പടിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? മനുഷ്യൻ പിശാചുമായി ചെയ്യുന്ന യുദ്ധപ്രഖ്യാപനമാണ് ദൈവം ആദാമുമായി ചെയ്യുന്ന ഉടമ്പടി. സ്തോത്രം. ദൈവത്തിന്റെ വചനം ബൈബിള്. ഞാൻ അടുത്തിടയ്ക്ക് ബൈബിളിനെ കുറിച്ച് നിർവചനം വായിച്ചു. എനിക്ക് വലിയ രസം തോന്നി. ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിംഗ് എർത്ത്. ഈ ഭൂമിയോട് വിട പറയുന്നതിന് മുമ്പ് അടിസ്ഥാനമായി കാത്തു സൂക്ഷിക്കേണ്ട നിബന്ധനകളാണ് വിശുദ്ധ ബൈബിളിന്റെ അകത്തുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതും അനുഗ്രഹിച്ചതും നിലനിൽക്കണമെങ്കിൽ ദൈവം കൽപ്പിച്ചത് പാലിച്ചാലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉൽപ്പത്തി 7 പോലെ ഇരിക്കും. 7:21 മുഴുവൻ വെള്ളത്തിൽ അരിഞ്ഞ് മണ്ണോട് മണ്ണ് തീർന്നപ്പോൾ രക്ഷപ്പെട്ട് ഒരുത്തൻ ദൈവം കൽപ്പിച്ചത് പാലിച്ചവൻ ഒരുവൻ മാത്രമാണ്. അവന്റെ കൊച്ചുമകനായ അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം എന്റെ വാക്ക് കേട്ടു. ദൈവം പറയും, അബ്രഹാം, ഉൽപ്പത്തി 26:4, അബ്രഹാം എന്റെ വാക്ക് കേട്ടു. എന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ചു നടന്നതുകൊണ്ട് അവന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രം പോലെയാക്കും. എത്ര പേർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? ലെനിന്റെയും അനുവിന്റെയും വിവാഹത്തിനു വേണ്ടി ഇന്നലെ രാത്രി തൊട്ടേ എല്ലാം തേച്ച് റെഡിയാക്കി ഒരുങ്ങി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് പുതുപുത്തനൊക്കെ അണിഞ്ഞു പോകുന്ന ആവേശത്തോടെ ബന്ധപ്പെട്ട് വന്നിരിക്കുന്നവരായ ഇവരുടെ ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരെല്ലാം നല്ല കാര്യമാണ്. ഞാനൊരു അസ്ഥാന ചോദ്യം ചോദിച്ചാൽ ആരും പിണങ്ങരുത് കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബൈബിള് വായിച്ചേച്ചു വന്ന് എത്ര പേരുണ്ട്? തിരക്കിന്റെ ആധിക്യം കൊണ്ട് അത് മറന്നുപോയില്ലേ? പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട് സുഹൃത്തെ? അതുകൊണ്ടൊന്നും നിനക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. ജീവിതം, കുടുംബം ധന്യമായി തീരണമെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ എന്നുള്ള വസ്തുത നാം ഒരിക്കലും മറന്നുപോകരുത്. ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വാക്കുകളെ ചുരുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വിവാഹത്തിന്റെ ഗൗരവമേറിയ യാഥാർത്ഥ്യങ്ങൾ അനുഗ്രഹീതന്മാരായ കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ, ആമേൻ, സണ്ണി കുര്യനവറുകളും പാസ്റ്റർ എം കുഞ്ഞപ്പി അവറുകളും സരസമായ ഭാഷയിൽ നമ്മെ പറഞ്ഞ് കേൾപ്പിച്ചു. ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുവാൻ വേണ്ടി കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. വാത്സല്യ കുഞ്ഞുങ്ങളെ, വലിയവനായ ദൈവം ഇന്ന് പകൽ നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. ആ ദൈവത്തിന്റെ അനുഗ്രഹ ആശീർവാദങ്ങളാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. നിങ്ങൾ എവിടെ വെച്ചോ കണ്ടുമുട്ടി, ഫേസ്ബുക്ക് വഴിയാണോ അതോ M4 മാരേജ് വഴിയാണോ പാസ്റ്റർമാരാണോ എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഫോട്ടോ ആദ്യം കണ്ടു, പിന്നീട് ആമേൻ നേരി കണ്ടു, പിന്നീട് ഫോണിൽ സംസാരിച്ചു. കുഴപ്പമില്ല, എനിക്ക് ചേരുന്നതെന്ന് തോന്നി. കർത്താവിന് മഹത്വം. നല്ല കാര്യമാണ്. നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ആകൃഷ്ടരായി. എന്നാൽ ഇന്നത്തെ കൊണ്ട് വ്യക്തിത്വം അവസാനിച്ചിട്ട് രണ്ട് സ്വഭാവങ്ങൾ പ്രകടമാകുന്നു എന്നുള്ള കാര്യം മറക്കരുത്. വിവാഹത്തോടുകൂടി രണ്ട് വ്യക്തികൾക്ക് ആമേൻ സ്ഥാനം കുറയുന്നു. വിവാഹത്തോടുകൂടി രണ്ട് സ്വഭാവങ്ങൾക്ക് പ്രിയമേറുന്നു. കർത്താവിന് സ്തോത്രം. ശരി, ലെനിൻ അനുവിനെ അക്സെപ്റ്റ് ചെയ്തോ? അനു ലെനിനെ അക്സെപ്റ്റ് ചെയ്തോ? വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യം ചെയ്തോണം, ശ്രദ്ധിച്ചു കേട്ടോണം. ഇനിയുള്ള ജീവിതം അഡ്ജസ്റ്റ് ചെയ്തോണം കേട്ടോ. അക്സെപ്റ്റ് ചെയ്താൽ എന്ത് ചെയ്തോണം? അഡ്ജസ്റ്റ് ചെയ്തോണം. വളരെ ഗൗരവമേറിയ കാര്യമാണ്. കർത്താവിന് സ്തോത്രം. ഭർത്താവിന്റെ പരാതി എന്നാണെന്നറിയാമോ? എന്നെ അനുസരിക്കാത്ത ഭാര്യയെ സ്നേഹിക്കാൻ എന്നെ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭാര്യ പറയുന്നത് എന്നാണെന്നറിയാമോ? എന്നെ സ്നേഹിക്കാത്ത ഭർത്താവിനെ അനുസരിക്കാൻ എന്നെ കിട്ടത്തില്ല. ഒരിക്കലും കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അത് ഉണ്ടാകരുത്. ലെറ്റ് ലവ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫാമിലി. ലെറ്റ് മാനേഴ്സ് ബി ദ വാൾ ഓഫ് യുവർ ഫാമിലി. ലെറ്റ് ഡിപ്ലോമസി ബി ദ റൂഫ് ഓഫ് യുവർ ഫാമിലി. കർത്താവിന് സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ കുടുംബജീവിതം ധന്യമായി തീരുന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. കുടുംബജീവിതത്തിൽ ഹൂ ഈസ് റൈറ്റ്, ഹൂ ഈസ് റോങ് ഒരിക്കലും നോക്കരുത്. അങ്ങനെ നോക്കിയാൽ ഭരണകക്ഷി പ്രതിപക്ഷമായിട്ട് മാറും. എന്തേ നോക്കാവൂ? വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. ഇന്നത്തെ വിവാഹത്തിന്റെ താളപ്പടിയുടെ രഹസ്യം ക്യാരക്ടർ വൈസ്ഡ് അല്ല നോക്കുന്നത്, കരിയർ വൈസ്ഡാണ് നോക്കുന്നത്. സ്തോത്രം. എന്താണ്
സമുന്നതമായ ഒരു ജോലി ഉണ്ടെങ്കിൽ എല്ലാം ഒത്തു. സ്വഭാവം എങ്ങനെ കിടന്നോട്ടെ, അതല്ല കുഞ്ഞുങ്ങളെ. സ്തോത്രം. ദൈവകൃപയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അനുവിന് ലെനിന്റെ സ്വഭാവം എന്നാണെന്നറിയാവോ? സംസാരിച്ചിട്ടുണ്ടോ? സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? അതൊക്കെ ചോദിക്കണം കേട്ടോ. സ്തോത്രം. ലെനിന് 4 സ്വഭാവമുണ്ട്. എത്ര സ്വഭാവം? 4 സ്വഭാവം. ചൂടൻ, തണുപ്പൻ, അലസൻ, സൗമ്യൻ. ഓർത്തിരിക്കാവോ? ചൂടൻ, തണുപ്പൻ, അലസൻ, സൗമ്യൻ. അലസനാണോ എന്നറിയാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. വീട്ടിൽ ചെല്ലുമ്പോൾ ആ സൂട്ടൊക്കെ ചുരുട്ടി ഒരു വശത്തേക്ക് ഷൂഒക്കെ ഒരു ഏറും കൊടുത്ത് കിടക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഇവൻ അലസനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. കർത്താവിന് സ്തോത്രം. ഇനി ഇവൻ ചൂടനാണെങ്കിൽ എന്ത് ചെയ്യണം? സദൃശവാക്യം 15 ഒന്ന് ഉരുവിടണം. എന്നാന്നറിയാമോ? മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യു ആർ നോട്ട് ഓൺലി മെയ്ഡ് ഫോർ ഈച്ച് അതർ, യു ആർ മെന്റ് ഫോർ ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിത്വങ്ങളായി ഉടമ്പടിയുടെ ഗൗരവത്താൽ ധന്യരായി തീരുന്നവരാണെന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ലെനിന് അനുവിനെ കിട്ടുന്നത് ലെനിന്റെ കാര്യം നടക്കാനല്ല, ലെനിനെ കിട്ടുന്ന അനുവിന്റെ കാര്യം നടക്കാനല്ല. രണ്ടുപേരോട് ചേർന്ന് ഇങ്ങനെ പറയണം, നോട്ട് മൈ വിൽ നോർ യുവർ വിൽ, ലെറ്റ് ഹിസ് വിൽ ബി ഡൺ ഇൻ അവർ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. വാട്ട് ഈസ് ദ ബ്ലെസ്സിംഗ് ഓഫ് ദ ഫാമിലി? മേക്ക് ഷുവർ ദാറ്റ് ഗോഡ് ഈസ് വിത്ത് യു. 71 സങ്കീർത്തനം 28 വാക്യം. ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. 27 വാക്യം. നിന്നോടകന്നിരിക്കുന്നവർ അമേരിക്ക പോകുന്നല്ല, നിന്നോടകന്നിരിക്കുന്നവർ നശിച്ചു പോകും. വാട്ട് ഈസ് ദ സക്സസ് ഓഫ് മാരേജ്? നോട്ട് ടു ഗെറ്റ് എ ബെറ്റർ പാർട്ട്ണർ ബട്ട് ടു ബിക്കം എ ബെറ്റർ പാർട്ട്ണർ. സ്തോത്രം. അതിനുള്ള കൃപ തന്ന് ദൈവം നിങ്ങൾ ഇരുവരെയും മാനിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നിങ്ങൾ അപ്പനും അമ്മയ്ക്കും ഡിപ്പെൻഡന്റ് ആയിരുന്നു. സ്തോത്രം. അനുമോൾ ഓർത്ത് നോക്കി, മമ്മിയുടെ സാരി തുമ്പേ തൂങ്ങി ഇങ്ങനെ നടന്നൊരു കാലഘട്ടം അല്ലേ? വീട്ടിലായിരുന്നപ്പോ നൈറ്റ് ഡ്രസ്സെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന ഒരു കാലഘട്ടം. എന്നാൽ ടീനേജിലേക്ക് കടന്നപ്പോൾ ഇൻഡിപെൻഡന്റ് ആയി അല്ലേ? എന്റേതെന്ന് പറയുന്ന ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ഇന്റർ ഡിപ്പെൻഡന്റ് ആകുകയാണ്. കർത്താവിന് സ്തോത്രം. നിന്നെ കൂടാതെ ഞാനില്ല, എന്നെ കൂടാതെ നീയില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ നിങ്ങൾ മാറ്റപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. മഹാനായ ബില്ലി ഗ്രഹാമിന്റെ ഭാര്യ സ്തോത്രം രൂത്ത് ഗ്രഹാം കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, മാരേജ് ഇസ് എ യൂണിയൻ ഓഫ് 2 forgivers. വിട്ടുവീഴ്ചയുള്ള രണ്ടുപേരും തമ്മിൽ കഴിക്കുന്ന ഉടമ്പടിയാണ് ഇത് വിവാഹം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുവാൻ സർവശക്തനായ ദൈവം ധാരാളം കൃപ തരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജോർജ് ലൗറി എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനായ ഒരു ദൈവദാസൻ കുടുംബജീവിതത്തെക്കുറിച്ച് എഴുതി, ഇൻ ഓർഡർ ടു അവോയ്ഡ് മാരേജ് കാഷ്വാലിറ്റി. മെഡിക്കൽ കാഷ്വാലിറ്റി അല്ല മക്കളെ, മാരേജ് കാഷ്വാലിറ്റി ഒഴിവാകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കേണ്ട 4 കൂട്ടം കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. വാക്ക് വിത്ത് ഗോഡ്. ആരോടൊപ്പം നടക്കണം? ദൈവത്തോടൊപ്പം നടക്കണം. രണ്ടാമത്തേത് വാക്ക് വിത്ത് യുവർ സ്പൗസ്. ആരോടൊപ്പം നടക്കണം? ഭാര്യയോടൊപ്പം നടക്കേണ്ടത് വളരെ അത്യാവശ്യം. ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണെന്നുള്ളത് നിങ്ങൾ ഇരുവരും ഗൗരവമായി അറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഡോണ്ട് വാക്ക് ഓൺ ദ ഡേഞ്ചറസ് ടെറിട്ടറി. കുടുംബജീവിതത്തിന്റെ അപകട മേഖലയിൽ കൂടെ സഞ്ചരിച്ച് കുടുംബജീവിതത്തിന് അത്യാഹിതം സംഭവിപ്പാൻ ഇടവരാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നാലാമത്തെ കാര്യം, കൗണ്ട് ദ കോസ്റ്റ് ഓഫ് മാരേജ്. കുടുംബജീവിതത്തിന്റെ വില എത്രമാത്രം വലുതാണെന്നുള്ളത് നിങ്ങൾ ഇരുവരും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിൻസൻ ചർച്ചിൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വിക്ടറി ഈസ് നോട്ട് ഒബ്റ്റെയിൻ ബൈ ഇവാക്യുവേഷൻ. ഒഴിവാക്കുന്നതിലല്ല വിജയം എന്ന് പറയുന്നത്. ദ വിന്നർ വിൽ നെവർ ക്വിറ്റ് ബട്ട് ദ ക്വിറ്റർ വിൽ നെവർ വിൻ. ദൈവത്തിന് സ്തോത്രം. ഇട്ടേച്ചു പോകുന്നവൻ വിജയിക്കത്തില്ല, വിജയിക്കുന്നവൻ ഒരിക്കലും ഇട്ടേച്ചു പോകത്തില്ല. ജീവിതം ധന്യമാക്കി തീർക്കുവാൻ സർവശക്തന്റെ അനുഗ്രഹ ആശീർവാദങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് ധാരാളം വർഷിപ്പിച്ചു തരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജോയിനിങ് ടുഗദർ ഈസ് എ ബിഗിനിങ്, കീപ്പിംഗ് ടുഗദർ ഈസ് എ പ്രോഗ്രസ്, നോയിങ് ടുഗദർ ഈസ് ഫ്രണ്ട്ഷിപ്പ്, ലിവിംഗ് ടുഗദർ ഈസ് ലൈഫ്, ബട്ട് ടു ഡൈ ഫോർ ഈച്ച് അതർ ഈസ് ലവ്. എന്താ മോളെ സ്നേഹം? എന്താ മോനെ സ്നേഹം? നിന്നിട്ടേച്ചു പോകുന്നതല്ല സ്നേഹം. സ്തോത്രം. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറയുന്ന സ്നേഹം. ആ സ്നേഹം കാൽവറിയിൽ കാണുന്ന ഉദാത്തമായ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ധാരാളം കൃപ തരട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഈ ലോകത്തിൽ